അഡാലജ് കി വാവ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിന് സമീപം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ചരിത്ര സ്മാരകമാണ് അഡാലജ് കി വാവ്. അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ കിണർ കേവലം ഒരു ജലസ്രോതസ്സല്ല, മറിച്ച് ഭാരതീയ വാസ്തുവിദ്യയുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു അനശ്വര സ്മാരകം കൂടിയാണ്. ക്രിസ്തുവർഷം 1498 വഗേല വംശത്തിലെ രാജാവായിരുന്ന വീർ സിംഗിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പത്നി റാണി രൂഡാബായ് ആണ് ഇത് നിർമ്മിച്ചത്. യുദ്ധത്തിൽ വീർ സിംഗ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രദേശം കീഴടക്കിയ മുഹമ്മദ് ബെഗഡ എന്ന സുൽത്താനാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിച്ചത്. ഇതിന്റെ വാസ്തുവിദ്യാ ശൈലിയിലെ പ്രത്യേകത, 5 നിലകളിലായി താഴേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ കിണർ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. സോളങ്കി രാജവംശത്തിന്റെ ശൈലിയും ഇസ്ലാമിക കലയും ഇവിടെ ഇഴചേർന്ന് നിൽക്കുന്നു. മുകളിൽ നിന്ന് നോക്കിയാൽ അഷ്ടഭുജാകൃതിയിലുള്ള കിണർ കാണാം. തറനിരപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്തോറും അന്തരീക്ഷ താപനിലയിൽ വലിയ കുറവുണ്ടാകുന്നു എന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വേനൽക്കാലത്ത് പോലും ഈ കിണറിനുള്ളിൽ സുഖകരമായ തണുപ്പ് അനുഭവപ്പെടുന്നു. തൂണുകളിലും ഭിത്തികളിലും പുരാണ കഥാപാത്രങ്ങൾ, നർത്തകർ, വാദ്യക്കാർ, മനോഹരമായ പൂക്കൾ എന്നിവയുടെ ശില്പങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. നവഗ്രഹങ്ങൾ, അമിത ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ തുടങ്ങിയ രസകരമായ ചിത്രങ്ങളും ഇവിടെ കാണാം. അന്നത്തെ കാലത്ത് യാത്രക്കാർക്കും തീർത്ഥാടകർക്കും വിശ്രമിക്കാനും ദാഹം തീർക്കാനുമുള്ള ഒരിടമായിരുന്നു ഇത്. കഠിനമായ ചൂടുള്ള ഗുജറാത്തിൽ മഴവെള്ളം സംഭരിക്കാനും ഭൂഗർഭജലം നിലനിർത്താനും ഇത്തരത്തിലുള്ള വാവുകൾ അഥവാ പടിക്കിണറുകൾ വലിയ പങ്കുവഹിച്ചു. ഇന്ന് യുനെസ്കോയുടെ താൽക്കാലിക പട്ടികയിലുള്ള ഈ സ്മാരകം ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് വളരെ മികച്ച രീതിയിൽ സംരക്ഷിച്ചു വരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഈ നിർമ്മിതി നമ്മുടെ പൂർവികരുടെ സാങ്കേതിക തികവിന്റെയും കലാബോധത്തിന്റെയും തെളിവാണ്. ഗുജറാത്ത് സന്ദർശിക്കുന്ന ഏതൊരാളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വിസ്മയമാണിത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.